നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖം. അതിൽ മുഖ്യമന്ത്രി പറയാത്ത എന്നാൽ നാട് കത്തിക്കാൻ ശേഷിയുള്ള വർഗീയ പരാമർശം അടങ്ങിയെന്ന വിവാദം. അതേ തുടർന്ന് ഹിന്ദു ദിനപത്രം വെളിപ്പെടുത്തുന്നു ഇതിൽ കേസൻ എന്നൊരു PR ഏജൻസി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന്. തുടർന്ന് ഹിന്ദുവിന്റെ ഖേദപ്രകടനം, വിവാദ വാർത്തയുടെ ഭാഗം പിൻവലിക്കൽ. ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ ഇന്ത്യയുടെ ഇമേജ് ഗുരു, ബ്രാൻഡിംഗ് ഗുരു, തെക്കനേഷ്യയിലെ ഏറ്റവും വലിയ PR കമ്പനിയുടെ അമരക്കാരൻ ദിലീപ് ചെറിയാൻ നമ്മളോടൊപ്പം ചേരുന്നു. അങ്ങ് ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഒരു PR ഏജൻസിക്ക് ഒരു അഭിമുഖത്തിൽ തിരികെ കയറ്റാനൊക്കെ സാധിക്കുന്നതാണോ? ഹിന്ദു പോലെ ഇന്ത്യയിലെ ഏറ്റവും അധികം ക്രെഡിബിലിറ്റി ഉള്ള ഒരു പത്രം ഒരു PR ഏജൻസി ഇതിൽ ഇടപെട്ടു എന്ന് കള്ളം പറയുമോ? ഡൽഹിയുടെ PR ഇടനാഴികളിൽ ഇതേക്കുറിച്ചൊക്കെ പറഞ്ഞു കേൾക്കുന്ന കഥകളും സത്യങ്ങളും ഒക്കെ എന്താണ്? ഇതിന്റെ സത്യം, PR ഏജൻസി ഒരു മാധ്യമ CMന്റെ ഇന്റർവ്യൂ കിട്ടാൻ. അതുകൊണ്ട് CM കുറെ ഇന്റർവ്യൂസ് ഒരു ഏജൻസിയുടെ കൂടെ ചെയ്ത് ആ കണ്ടന്റ് അഗ്രി ചെയ്ത് അവര് അത് കഴിഞ്ഞ മീഡിയക്ക് ആക്സസ് കൊടുക്കുന്നത്. അതാണ് പ്രൊസീജിയർ. ഞാൻ പല ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ്, പല ഗവൺമെന്റ് ഓഫീസേഴ്സ്, പല മന്ത്രികളുടെ ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. ചെയ്യിക്കാൻ മീഡിയ റിപ്പോർട്ടേഴ്സ്, എഡിറ്റേഴ്സിനെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം പ്രോസസ്സിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ക്വസ്റ്റ്യൻസിനെ പറ്റി അഗ്രിമെന്റ് ആദ്യം. 2, ആൻസേഴ്സ് എത്രയും ചെയ്യുമോ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. അത് അഗ്രിമെന്റ് അല്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ്. 3ാമത്, ആക്ച്വൽ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ഉള്ള പ്രോസസ് ചെയ്യുന്ന ഒരു കോർഡിനേഷൻ. ഇതിനാ യൂഷ്വലി PR ഏജൻസിയെ CM ഓഫീസ് അല്ലെ PM ഓഫീസ് അല്ലെ മിനിസ്റ്റേഴ്സ് ഓഫീസ്, ഏത് ഓഫീസ് ആണെങ്കിലും ആ കാര്യത്തിന് അവരെ ഹയർ ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ ചിലപ്പം PR ഏജൻസി ചില ക്വസ്റ്റ്യൻസ് ഒന്നിൽ അപ്രൂവ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അവർ ഇൻക്ലൂഡ് ചെയ്യാൻ പറയത്തില്ല. ചില പത്രക്കാര് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ അവർക്ക് വലിയ ആഗ്രഹമില്ല. സോ നോർമലി ഈ ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം ഒരു ടെക്സ്റ്റ് അപ്രൂവ് ചെയ്യും 2 ഓഫീസും, PR ഓഫീസ്, മീഡിയ ഓഫീസ്. അത് കഴിഞ്ഞ് CM ഓഫീസിൽ ഒരു കോപ്പി പോകും. അന്നേരം ചിലപ്പം ചേഞ്ചസ് വേണമെന്ന് പറഞ്ഞ് അവര് ഇൻക്ലൂഡ് ചെയ്യും ചില ക്വസ്റ്റ്യൻസോ ആൻസേഴ്സോ. ചില ആൻസേഴ്സ് മോഡിഫൈ ചെയ്യും. 2 കാര്യം, ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാത്തത് അവർ ഇൻക്ലൂഡ് ചെയ്യും, ചില ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് അവർ മോഡിഫൈ ചെയ്യും. മിക്കവാറും ക്വസ്റ്റ്യൻസ് അവർ നോർമലി എക്സ്ക്ലൂഡ് ചെയ്യത്തില്ല ആ സ്റ്റേജ് കഴിഞ്ഞാൽ. സോ എന്റെ വിചാരത്തിൽ ഇപ്പം ഈ വിവാദം ഉള്ള സബ്ജക്റ്റില് നോർമലി സീക്വൻസ് ആയിരിക്കും. ചില ക്വസ്റ്റ്യൻസ് PR ഏജൻസി കാര്യം തുടങ്ങിയപ്പം ഇൻക്ലൂഡ് ചെയ്യാൻ അവർ ഒന്നിൽ ഓർത്തില്ല, അല്ലെങ്കിൽ CM ഓഫീസ് അത് പറഞ്ഞില്ല. ഒന്നീ ക്ലയന്റിന്റെ ബ്രീഫിങ്ങിൽ ഏതാണ്ട് തെറ്റുണ്ട്, അല്ലെ ക്ലയന്റ് ഏജൻസിയുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഏതെങ്കിലും തെറ്റുണ്ട്. ഈ പ്രോബബിലിറ്റിയാ കൂടുതൽ എന്റെ വിചാരത്തില് ഈ കൺഫ്യൂഷന്റെ കാര്യം. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കൺഫ്യൂഷൻ ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു കോപ്പി PR ഏജൻസിക്ക് പോകും, ഒരു കോപ്പി CMOയുടെ ഓഫീസിന് പോകുന്നത്. പക്ഷെ CMOയുടെ ഓഫീസാണ് ഇത് നിഷേധിക്കുന്നത്, ഞങ്ങൾ ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ പിണറായി വിജയന്റെ ഹിന്ദുവിന്റെ പത്രത്തിന്റെ കാര്യത്തിൽ പിന്നെ CM ഓഫീസിന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ കോപ്പി കിട്ടാതിരുന്നിട്ടുണ്ടായിരിക്കുമോ? പിന്നെ CPM-കാര് ഇന്ന് വരെ എടുക്കുന്ന സ്റ്റാൻഡ് ഞങ്ങൾക്ക് PR ഏജൻസി ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെയൊരു ഇത് ഞങ്ങൾക്ക് PR ഏജൻസി ഇല്ലേല് ഹിന്ദു പത്രം നോർമലി ഇൻഡിക്കേറ്റ് ചെയ്യത്തില്ല ഞങ്ങൾ PR ഏജൻസിയുടെ ത്രൂ ആ പോയതെന്ന്. 1. 2, PR ഏജൻസി CMOയുടെ അല്ലായിരിക്കും, ചില ഒരു മിനിസ്ട്രിയുടെയോ ഒരു പബ്ലിക് സെക്ടർ കോർപ്പറേഷന്റെയോ ഏജൻസി ആയിരിക്കും. അതുകൊണ്ട് ടെക്നിക്കലി CMO പറയുന്നത് ശരിയാ, അവരുടെ ബില്ലിംഗ് ഹെഡിലല്ല, വേറെ ആരുടെയും ബില്ലിംഗ് ഹെഡിലായിരിക്കും. ആ ബില്ലിംഗ് ഹെഡിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും പറഞ്ഞത് ഞങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യാം CMന്റെ ഒരു ഇന്റർവ്യൂ ഹിന്ദുവിൽ ഞങ്ങൾ കൊടുക്കാൻ റെഡിയാണ്.
ഇപ്പോ ഈ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് ആണല്ലോ ഈ PR കമ്പനിയൊക്കെ ചെയ്തു വരുന്നത്. പക്ഷേ ഈ വിഷയത്തിന്റെ ഒരു റിസൾട്ട് എന്താണ്? അപ്പൊ ഇത്തരത്തിൽ റെപ്യൂട്ടേഷൻ മാനേജ് ചെയ്യുന്ന PR കമ്പനികളെ കൊണ്ട് എന്താണ് പ്രയോജനം? ഇത് ഇത് ആക്ച്വലി ഒരു PR ക്രൈസിസ് അല്ലയോ ഡിസാസ്റ്റർ എന്ന് നമുക്ക് ആക്ച്വലി ക്ലാസിഫൈ ചെയ്യാനുള്ള കാര്യമാണ്. പക്ഷെ ഇതിന്റെ ഒറിജിൻ എവിടെ, ഒന്നീ ബ്രീഫിംഗ് സൈഡിലാണോ അതോ ഏജൻസി സൈഡിലാണോ എന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായില്ല ഈ പത്രത്തിന്റെ ആക്ടിവിറ്റി കണ്ടിട്ട്. കേരളത്തിൽ പ്രധാനപ്പെട്ട വിവാദങ്ങളോ വാർത്തകളോ ഉണ്ടാകുമ്പോൾ പിണറായി വിജയൻ ഒരിക്കലും മലയാള മാധ്യമങ്ങളെ ആശ്രയിക്കുന്നില്ല. മലയാള മാധ്യമങ്ങളോട് സംസാരിച്ച് ഒന്നും ക്ലിയർ ചെയ്യാനില്ല. PR ആവശ്യത്തിന് മാത്രം അങ്ങനത്തെ ഇപ്പൊ നവകേരള യാത്ര നടക്കുമ്പോൾ സംസാരിക്കുക അങ്ങനെയുള്ളൂ. അല്ലാതെ സീരിയസ് ആയൊരു വിഷയം ഒരിക്കലും മലയാള മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല അദ്ദേഹം. പലപ്പോഴും ഇതുപോലെ ഹിന്ദു പോലെ ഇംഗ്ലീഷ് പത്രങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അത് എഫക്റ്റീവ് ആണോ, അത് ശരിയാണോ, എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇതിന്റെ രണ്ട് കാരണം കാണും. ഒന്ന്, PR ഏജൻസിയുടെ കണക്ഷൻസ് കൂടുതലും ഇംഗ്ലീഷ് പത്രങ്ങളിലായിരിക്കും. അതൊരു കാരണമാണ്. അതുകൊണ്ട് ആ PR ഏജൻസിയുടെ മീഡിയ റിലേഷൻസ് ആംബിറ്റ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാണ്. അതൊരു കാരണമാണ്. രണ്ടാമത്, പിണറായി വിജയന്റെ കാരണം പ്രോബബ്ലി ഇതാ, ഈ ഒരു മലയാളം പത്രത്തിന് ഒരു ഇന്റർവ്യൂ കൊടുത്താൽ എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കണം എന്നുള്ള ഒരു നിർബന്ധം വരും ആ മീഡിയ ഗ്രൂപ്പ്, പല ഗ്രൂപ്പ്സിൽ നിന്നും. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ചിലപ്പം ചെയ്യുന്നത് ഇങ്ങനത്തെ ഇന്റർവ്യൂസ് ഒന്നില് ഒരു ഏജൻസി കൊടുക്കും, PTI കൊടുക്കും. അത് കൊടുത്താൽ കുഴപ്പമില്ല. രണ്ടാമത് ഒരു മാഗസീന് കൊടുക്കും. അതുകൊണ്ട് പത്രങ്ങൾക്ക് കുഴപ്പമില്ല. പത്രങ്ങളിലാണ് ആക്ച്വലി കോമ്പറ്റീഷൻ കൂടുതലുള്ളത്. ടെലിവിഷൻ ചാനൽസും പത്രവും ഒന്ന് ചൂസ് ചെയ്താൽ ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് ഒരു എനിമിറ്റി സിറ്റുവേഷനിലാവും. കേരളം പോലെ ഭയങ്കര ഹൈ രാഷ്ട്രീയ ലിറ്ററസി ഉള്ള ഒരു സ്ഥലമാണ് കേരളം. അപ്പൊ കേസൻ പോലെ ഒരു PR ഏജൻസിയുടെ ഒരു പൊളിറ്റിക്കൽ വിങ്ങിന് ഇവിടെ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? കാരണം ആളുകൾക്ക് അവരുടെ രാഷ്ട്രീയക്കാരെ അറിയാം, അവരുടെ രാഷ്ട്രീയം അറിയാം. ആരെ ഇംപ്രസ് ചെയ്യാനാണ് ഇത്തരം PR ഏജൻസി ഉപകരിക്കുമോ ഇത് കേരളത്തിൽ? ഞാൻ ആദ്യം പറഞ്ഞത് PR ഏജൻസിയെ CM ഓഫീസ് യൂഷ്വലി ഹയർ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. PR ഏജൻസി ചെയ്യുന്ന ജോലി പലപ്പോഴും ഈ ഒന്നിൽ വേറെ ഒരു മിനിസ്ട്രിയോ വേറെ ഒരു മിനിസ്ട്രിയുടെ വേറെ ഒരു പ്രോഗ്രാമിനോ അല്ലെ സ്റ്റേറ്റ് പബ്ലിക് സെക്ടർ കമ്പനിയോ ഏതായാലും ആയിരിക്കും ഹയർ ചെയ്തേക്കുന്നത്. അവരുടെ നോർമൽ ജോലി ചെയ്യാനാ PR ഏജൻസിയെ ഹയർ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു ഭാഗമായിട്ട് ചിലപ്പം ഒരു സബ്ജക്ട് ചൂസ് ചെയ്താൽ യൂഷ്വലി PR ഏജൻസിയോട് പറയുന്നത് നിങ്ങൾ ഒരു ഇന്റർവ്യൂ ചെയ്യിക്കുക CMന്റെ കൂടെ ഈ സബ്ജക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. പക്ഷെ ഇത് ഈ അവസരത്തിൽ എന്തുവായിരുന്നു മോട്ടിവേഷൻ, എന്തുവായിരുന്നു ടൈമിംഗ്, എന്തുവായിരുന്നു കണ്ടന്റ്, അതിന്റെ പ്ലാനിങ് ഡെഫിനറ്റ്ലി ഏജൻസി ശരിക്കും ചെയ്തിട്ടില്ല. അതെ, ചന്ദ്രബാബു നായിഡു ആണ് ആദ്യമായിട്ടൊരു പ്രൊഫഷണൽ PR പ്ലാനുമായി ഇറങ്ങിയ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു CEO മുഖ്യമന്ത്രി എന്നുള്ളൊരു രീതിയിൽ പ്രശസ്തനായിരുന്നു അന്ന് നായിഡു. ഇപ്പോഴാണെങ്കിൽ തിരുപ്പതി ലഡുവിന്റെ പേരിലൊക്കെ അദ്ദേഹം രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് രണ്ടും ഒരു PR പിന്തുണയുള്ള നേട്ടങ്ങളായിരുന്നു. അദ്ദേഹമായിരുന്നു ആദ്യമായിട്ട് ഒരു PR ഉപയോഗിച്ച മുഖ്യമന്ത്രി. ചന്ദ്രബാബു നായിഡു ആയിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഹി വാസ് വൺ ഓഫ് ദി ഏർലി അഡാപ്റ്റേഴ്സ്. ആ സമയത്ത് മുമ്പേ ആയിരുന്നോ നരേന്ദ്രമോദി ഗുജറാത്ത് CM ആയിരുന്നപ്പം PR ഏജൻസി യൂസ് ചെയ്തതെന്ന് എനിക്ക് എക്സാക്ട് ഇയേഴ്സ് എനിക്ക് അറിയാൻ വയ്യ. അതുകൊണ്ട് ഒന്നീ ചന്ദ്രബാബു നായിഡു ആയിരുന്നായിരിക്കും, അല്ലെങ്കിൽ നരേന്ദ്രമോദി ഗുജറാത്ത് CM ആയിരുന്നപ്പോഴായിരിക്കും. അവർ രണ്ടുപേരിലോ ആരെങ്കിലും ആയിരിക്കും. ഈ തിരുപ്പതി ലഡുവിന്റെ സ്റ്റോറി ആക്ച്വലി ചന്ദ്രബാബു നായിഡു അല്ലായിരുന്നു ഒറിജിനേറ്റർ അവരുടെ പാർട്ടിയുടെ ഒരു ഭാഗമായ ഒരു പാർട്ടിയായിരുന്നു. അത് തുടങ്ങിയത് തന്നെ ഒരു അസംഷനിലായിരുന്നു. അതുകൊണ്ട് ജഗന് ട്രബിൾ വരുമെന്ന് അവർ അസ്യൂം ചെയ്തത്. അത് എന്റെ വിചാരത്തിൽ PR ഏജൻസിന്റെ ഹാത്തല്ല, അത് ചിലപ്പം ആക്ടേഴ്സും അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ വീക്ക്നെസ്സും ആയിരിക്കും കാരണം.
കേരളത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിമാര് PR കമ്പനികളെ ഏജൻസികളെയൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയതിന്റെ എന്തെങ്കിലും ഹിസ്റ്ററി അറിയാമോ? ഇല്ല, അറിയാൻ വയ്യ. ഞാൻ എന്തുവായാലും നോർമലി ക്ലയൻസിനെ പറ്റി സംസാരിക്കത്തില്ല. സോ യു ഹാവ് ടു എക്സ്ക്യൂസ് മീ ഓൺ ദിസ്. പല മനസ്സിലായി. നമ്മൾ നെയിം ചെയ്ത പലരും വർക്ക് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി. ഭാരത് ജോഡോ യാത്ര ഒരു പരിപൂർണ രാഷ്ട്രീയ പരിപാടിയായിരുന്നോ, അതോ പുറത്തുനിന്നുള്ള ഒരു PR കമ്പനികൾ വളരെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു സക്സസ്ഫുൾ ഇവന്റ് ആയിരുന്നോ ഭാരത് ജോഡോ യാത്ര, രാഹുൽ ഗാന്ധിയുടെ? ഭാരത് ജോഡോ യാത്രയിലെ PR ഏജൻസീസ് ഉണ്ടായിരുന്നു, ലോക്കൽ PR ഏജൻസീസ്. പക്ഷെ അതിനെക്കാട്ടിൽ ഇമ്പോർട്ടൻറ്റ് ലോക്കൽ ക്രിയേറ്റീവ് ഏജൻസീസാ അതിൽ ഒത്തിരി ഭാഗം പ്ലേ ചെയ്തത്. ഡിഫറൻസ് എന്താണ്? ലോക്കൽ ക്രിയേറ്റീവ് ഏജൻസി ആ സ്ലോഗൻ, സോങ്, കണ്ടന്റ് ക്രിയേഷനിലൊക്കെ കണ്ടന്റ് ഏജൻസി ആയിരുന്നു, ക്രിയേറ്റീവ് ഏജൻസി ആയിരുന്നു അതിൽ കൂടുതൽ റോൾ പ്ലേ ചെയ്തത്. അതുകൊണ്ടാണ് ആ ഒരു മൂഡും തീമും ഒക്കെ പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് അല്ലേ? അത് PR ഏജൻസി കൊണ്ട് അത് അവരുടെ ജോലിയുമല്ല. ഇപ്പൊ 2020 കോവിഡ് കാലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പതിവ് പോലെ ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തുമായിരുന്നു 6 മണിക്ക് എല്ലാ ദിവസവും. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു വലിയ ആരോപണമായിരുന്നു ഇത് എന്തോ ഒരു PR പരിപാടിയാണ്. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് PR ആവശ്യമില്ല, എനിക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ജനങ്ങളോട് നേരിട്ട് പറയാൻ, ജനങ്ങൾക്ക് എന്നെ അറിയാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പുച്ഛത്തോടു കൂടിയായിരുന്നു പിണറായി വിജയൻ അന്ന് ഇതിന് മറുപടി പറഞ്ഞത്. എന്നാൽ ഇന്ന് ദ ഹിന്ദു പോലെയുള്ള ഒരു പത്രം തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു PR ഏജൻസി തങ്ങളെ സമീപിച്ചു, ഇങ്ങോട്ട് വന്ന് ഇന്റർവ്യൂ എടുക്കാമോ എന്ന് ചോദിച്ചു എന്നൊക്കെ പറയാണ്. അപ്പോൾ അങ്ങയുടെ കാഴ്ചപ്പാടിൽ ഇന്നത്തെ സാഹചര്യത്തിൽ കേരള മുഖ്യമന്ത്രിക്ക് ഡൽഹിയിൽ ഒരു PR ആവശ്യമുണ്ടോ, അതോ കേരളത്തിലാണോ അത് ആവശ്യം? ആവശ്യം കേരളത്തിലാ കൂടുതൽ, ഡൽഹിയിൽ അത്രയും PR ആവശ്യമില്ല. പിണറായി വിജയന്റെ ഇമേജ് ഡൽഹിയിൽ വളരെ ഒരു സ്റ്റേബിൾ ആൻഡ് സക്സസ്ഫുൾ CM ആയിട്ടാണ് കാണുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ കമ്മ്യൂണിസ്റ്റ്കാരുടെ തീസിസില് PR ആവശ്യമില്ലെന്നുള്ളത് ആക്ച്വലി അതൊക്കെ പഴയ ചിന്തയാ. നമ്മുടെ നാട്ടിലെ ചില തിയറിസ്റ്റിന്റെ ഒരു വിചാരമായി ഇങ്ങനെ ആ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CM ബിഹേവ് ചെയ്യുന്നത്. ദ വേൾഡ് ഹസ് ചേഞ്ച്, എൻവയറൺമെന്റ് ചേഞ്ച് ചെയ്യുന്നുണ്ടെ എല്ലാ സാഹചര്യത്തിലും സെയിം റൂൾസ് അപ്ലൈ ചെയ്തില്ല. അതുകൊണ്ട് പിണറായി വിജയൻ കോവിഡിന്റെ സമയത്ത് ചെയ്ത പ്രസ് കോൺഫറൻസസ് വളരെ സക്സസ്ഫുൾ, വളരെ പോയിന്റഡ് ആൻഡ് വളരെ ഇഫക്റ്റീവ് ആയിരുന്നു ആസ് എ ടൂൾ ഓഫ് റീച്ചിങ് ദ പബ്ലിക്. അതല്ലാതെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പൊ നടക്കുന്ന ചർച്ചകൾ ഈ PR ചെയ്യുന്ന എന്തോ ഭയങ്കര ചീത്തയാണ്, PR ഏജൻസി ഒരു വിഷയത്തിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന മോശമാണെന്നുള്ള രീതിയിലാണല്ലോ. അപ്പൊ ഈ ജേർണലിസവും PR പരിപാടികളും ഒത്തുപോകുന്നത് എവിടെയാണ്? അങ്ങ് എങ്ങനെയാണ് PR സംഗതികളെ കാണുന്നത്? ആവശ്യമാണോ, എഫക്റ്റീവ് ആണോ, മാറുന്ന കാലത്തിൽ ഇത് എല്ലാവർക്കും ചെയ്യാമോ, അതോ ചീത്തയാണോ? ഇതൊരു സ്ലൈറ്റ്ലി കോൺട്രവേഴ്ഷ്യൽ ഒരു തീമാണ്. പക്ഷെ ഞാൻ എന്റെ ചിന്തയില് PR ഏജൻസി ഒരു മാധ്യമമാണ്, മീഡിയയും ഒരു മാധ്യമമാണ്. രണ്ട് പ്രൊട്ടാഗനിസ്റ്റേ ഉള്ളൂ, CM, പബ്ലിക്. അതില് ഒരു ഇന്റർപ്രറ്റർ വേണോ, 2 ഇന്റർപ്രറ്റർ വേണോ, 3 ഇന്റർപ്രറ്റർ വേണോ എന്ന് ഇറ്റ് ഡസന്റ് മേക്ക് എ ഡിഫറൻസ് എനിമോർ. ഇപ്പം ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ചോദ്യം ചോദിക്കാനുണ്ട്, AI-യുടെ ഇഫക്റ്റ് എന്തായിരിക്കും? CM-ന്റെ കോണ്ടന്റിലോ CM-ന്റെ വീഡിയോയിലോ ഇപ്പം AI കൊണ്ട് എത്രയും ചേഞ്ച് ചെയ്യാവുന്നത്. സോ മാധ്യമം പലത് വരും, പക്ഷെ ഒറിജിനേറ്റർ ആൻഡ് റെസിപ്പിയന്റ് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ എത്ര എഫക്റ്റീവായി കമ്മ്യൂണിക്കേഷൻ നടത്താന്നുള്ളത് മാത്രം നോക്കിയാൽ മതി, അതിന് എന്തെല്ലാം ടൂൾ ഉപയോഗിക്കാം അത് മാത്രം നോക്കിയാൽ മതി. വേറെ തീസസ് എല്ലാം വെറുതെ പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ തീസസ് ആണ്, അതിലൊരു കണ്ടന്റും ഇല്ല. ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരത്തിലൊരു ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഒരു 32 മണിക്കൂർ അല്ലെങ്കിൽ 36 മണിക്കൂർ കഴിഞ്ഞൊക്കെയാണോ അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതൊരു തിരുത്തുണ്ടെന്ന് പറയുന്നത് നിഷേധിക്കേണ്ടത്? സാധാരണഗതിയിൽ വളരെ എഫക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ട ഒരു അഭിമുഖം വന്നു കഴിയുമ്പോൾ? ഒന്നിൽ ആ സമയത്ത് തന്നെ ക്ലാരിഫിക്കേഷൻ വേണം, അല്ലെങ്കിൽ 36 hours എ ഗുഡ് ടൈം. അതുകൊണ്ട് ആ ഇന്റർവ്യൂയുടെ ആ ന്യൂസിനെസ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നോർമലി ആളില്
വിതിൻ 12 hours ആ ഇന്റർവ്യൂ കണ്ടില്ല, അവർ പിന്നെ നോക്കത്തില്ല. പക്ഷെ ഈ കോൺട്രവേഴ്സിയുടെ കാരണത്തിന് അറ്റ്ലീസ്റ്റ് 36 to 48 hours ഈ ഇന്റർവ്യൂ തന്നെ എല്ലാവരും രണ്ടാമത് പിന്നെയും വായിച്ചു നോക്കും. അത് അനലൈസ് ചെയ്യാനുള്ള എഫേർട്ടും ചെയ്യും. അതുകൊണ്ട് പിണറായി വിജയന്റെ കോണ്ടന്റ് കൂടുതൽ അനാലിസിസിൽ ഉണ്ടെങ്കിൽ, വാർത്തയിൽ ഉണ്ടെങ്കിൽ, ഇറ്റ്സ് എൻ അഡ്വാൻറ്റേജ് ടു ഹിം അറ്റ് ദ മൊമെന്റ്. ഏജൻസിക്ക് അഡ്വാൻറ്റേജ് ഇല്ല, ബട്ട് CMന് അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ വിഷയത്തെ അങ്ങനെയാണോ നോക്കിക്കാണുന്നത്? ഇത് മൊത്തത്തിൽ പിണറായി വിജയൻ അനുകൂലമായി എന്നാണോ കാണുന്നത് ഇപ്പൊ വന്ന ഈ വിവാദം, അതോ ഇത് ഭയങ്കര ഒരു വീഴ്ചയായിട്ടോ? ഇത് എനിക്കൊരു വീഴ്ചയായിട്ട് തോന്നുന്നില്ല, ഒരു ടെക്നിക്കൽ ഫ്ലോ ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ടെക്നിക്കൽ ഫ്ലോയുടെ ഇഫക്റ്റ് ആ ക്ലാരിഫിക്കേഷൻ കൊണ്ട് ഇച്ചിടെ ഒരു ഒരു അതിന്റെ നെഗറ്റീവ് ഇഫക്റ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്റെ വിചാരത്തില്. ഈ സബ്ജക്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് തന്നെയായിരുന്നു എന്നാണോ കരുതുന്നത്? അപ്പൊ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അത് ഉപകരിച്ചു, പക്ഷെ അതിന്റെ ചീത്തപ്പേര് കുറയ്ക്കാൻ വേണ്ടി ഇത് പിൻവലിക്കാനും പറ്റി. അതെ, അത് തന്നെയാ കാരണം. അപ്പൊ അത് ബോധപൂർവം തന്നെയായിരുന്നു എന്നാണ് അങ്ങ് കരുതുന്നത്? ഇത്തരം ഒരു കണ്ടന്റ് അതിൽ ഉൾപ്പെടുന്നത് ബോധപൂർവം അല്ല. നോ, ഇറ്റ്സ് എ മിസ്റ്റേക്ക് which has been rectified reasonably well. എന്തുകൊണ്ടായിരിക്കും എന്നാണ് കരുതുന്നത് ഇത്തരം ഒരു കണ്ടന്റ് അതിൽ വന്ന്? ട്രാൻസ്ലേഷനിൽ വന്ന പിഴവാണോ, അതോ കേരളത്തെ മനസ്സിലാക്കാത്തൊരു PR ഏജൻസി ആയതുകൊണ്ടാണോ? നമ്മള് സോഷ്യൽ എന്റെ വിചാരം ഏജൻസിയുടെ ചോയ്സ് വളരെ കെയർഫുൾ ആയിട്ട് ഏത് രൂപത്തിലാണ് അവര് പ്ലേ ചെയ്യേണ്ടത്, ഏത് ഏരിയയിലാണ് അവർക്ക് ഹെൽപ്ഫുൾ ആകുന്നത്, ഏത് മീഡിയയിലാണ് അവർക്ക് കോണ്ടാക്ട്സ് കൂടുതലുള്ളത്, ഇതൊക്കെ അനലൈസ് ചെയ്യുന്ന കാര്യം ക്ലയന്റിന്റെ കാര്യമാണ്. അത് ഏജൻസിയുടെ ചോയ്സ് ഒന്നി ശരിയല്ല, അത് പ്രൈമറി ചോയ്സ്. പക്ഷെ അവരെ എങ്ങനെ ഡിപ്ലോയ് ചെയ്യുന്നത് ക്ലയന്റിന്റെ ചോയ്സാണ്. ഞാൻ പറഞ്ഞല്ലോ, ക്ലയന്റ് ചിലപ്പം CMO അല്ലായിരിക്കും. അതുകൊണ്ട് എവിടെ ആ ഫോൾട്ട് എന്നുള്ളത് അനലൈസ് ചെയ്യുന്നത് CMOയുടെ ജോലിയാണ് ഇപ്പം. അപ്പൊ ഈ എല്ലാരും പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അതായിരിക്കും അല്ലെ? ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് എനിക്ക് അങ്ങനെ PR ഏജൻസി ഇല്ല, ഞാൻ ഇടുന്നില്ല. ഹിന്ദു പറയുന്നത് ഞങ്ങൾക്ക് ഇതാ. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇതുവരെ പുറത്തു വരാത്ത ഒരാള് ഇതിനിടയ്ക്ക് ഉണ്ടല്ലേ? ഈ PR ഏജൻസി ഇൻസ്റ്റിറ്റ്യൂഷനായിരിക്കും യൂഷ്വലി. ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ അവരുടെ ബ്രീഫിംഗിൽ ഫോൾട്ട് ഉണ്ട്, ക്ലയന്റിന്റെ അണ്ടർസ്റ്റാൻഡിംഗിൽ ഫോൾട്ട് ഉണ്ട്, ഏജൻസിയുടെ എക്സിക്യൂഷനിൽ വളരെ ഫോൾട്ട് ഉണ്ട്. ഈ ഒരു സംഭവം കേരള രാഷ്ട്രീയത്തില് PR ഇനി ഏത് കാലത്ത് ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ ഒരു എത്ര കാലം കഴിഞ്ഞാലും എടുത്തു പറയുന്ന ഒരു സംഭവമായിരിക്കുമല്ലോ. അപ്പൊ എങ്ങനെയാണ് ഈ സംഭവത്തെ വിലയിരുത്തുന്നത്? നമ്മൾ എങ്ങനെയായിരിക്കും ഭാവിയിൽ ഇതിനെ കുറിച്ച് പറയാ? കേരളത്തില് എല്ലാ സംഭവവും ഒരുമാതിരി ഹിസ്റ്റോറിക്കൽ റെക്കോർഡിൽ എൻട്രി ചെയ്യുന്ന ഒരു മാതിരിയാണ്. പക്ഷെ ഇതിന് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നില് ഇങ്ങനത്തെ പല ഇൻസിഡൻസും നമുക്ക് നോക്കി കണ്ടാല് അനലൈസ് ചെയ്യാം എന്തുവാ ട്രെൻഡ്, PR ഏജൻസീസ് കേപ്പബിലിറ്റി ഇങ്ങനത്തെ ഇന്റർവ്യൂസോ ഇങ്ങനത്തെ കോൺട്രവേഴ്ഷ്യൽ സബ്ജക്ട്സിൽ ഹെൽപ്പ് ചെയ്യാനുള്ളത്. രണ്ടാമത് CMന്റെ ക്വാളിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്യും അവര് എങ്ങനെയാ ഇതിൽ അപ്രോച്ച് ചെയ്യുന്നത്. മൂന്നാമത് കേരളത്തിലിപ്പം അധികം കമ്പനീസ് ഇല്ല ഓഫ് എ സ്കെയിൽ ദാറ്റ് ആർ യൂസിങ് PR at a national level. അതൊരു കേരളത്തിന്റെ ഒരു പ്രോബ്ലമാണ്. അതുകൊണ്ട് പൊളിറ്റിക്സ് ആ മെയിൻ ഇൻഡസ്ട്രി. അതുകൊണ്ടാ കാരണം ഇങ്ങനത്തെ അനാലിസിസ് ബേസിസ് ആകുന്ന ഈ PR-നെ പറ്റി ഡിസ്കസ് ചെയ്യാൻ. നോർമലി PR-നെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് കോർപ്പറേറ്റ് സന്ദർഭത്തിലാണ്. അങ്ങ് ഇന്ത്യയുടെ ഒരു ബ്രാൻഡിങ് ഗുരു ആണല്ലോ. അപ്പൊ ഞാനൊരു അവസാന ചോദ്യം എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്. ഇപ്പോൾ കാലം മാറി വന്നു, എല്ലാവർക്കും PR ഏജൻസികളെയും ക്ലയന്റ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു കമ്പനിയെ ചൂസ് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം? എങ്ങനെയാണ് ഒരു രാഷ്ട്രീയക്കാരെങ്ങനെയാണ് ഒരു PR ചൂസ് ചെയ്യേണ്ടത്? വളരെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, പക്ഷെ ഞാൻ അറ്റംപ്റ്റ് ചെയ്യാം ഒരു ആൻസർ തരാൻ. ഒന്നാമത്, നമുക്ക് PR ഏജൻസിക്ക് എന്തുവാ ബ്രീഫ് എന്നുള്ളത് ക്ലയന്റ് തന്നെ എഴുതിയിരിക്കണം. രണ്ടാമത്, അങ്ങനത്തെ ബ്രീഫ് ചെയ്തിട്ടുള്ളവര് വല്ലവരും ഉണ്ടോ എന്ന് നോക്കണം. എക്സാക്ട്ലി കാണത്തില്ല, പക്ഷെ ക്ലോസസ്റ്റ് ഫിറ്റ് നോക്കണം. മൂന്നാമത്, ഏജൻസിയുടെ തോട്ട് ലീഡർ ആരാ, അതിന്റെ സ്ട്രാറ്റജി ലീഡർ ആരാന്നുള്ളത് അവരുടെ കൂടെ ഡിസ്കസ് ചെയ്തിട്ട്
മനസ്സിലാകാൻ നിൽക്കുന്നുള്ളൂ. അവർ ഇത് ചെയ്യാൻ റെഡിയാണോ, അവർക്ക് ആ കമ്മിറ്റ്മെന്റ് ഉണ്ടോ എന്ന് മനസ്സിലാകണം. നാലാമത്തെ കാര്യം, ഏജൻസിയിൽ സ്ട്രാറ്റജി തോട്ട് ലീഡർ ഒരു സൈഡില്, പിന്നെ ഓപ്പറേഷൻസ് ടീമിനെ മീറ്റ് ചെയ്ത് അവരുടെ സ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ചൂസ് ചെയ്യാനുള്ളൂ. താങ്ക് യു സാർ. ഇത് നല്ല സജഷനാന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ സാറിന്റെ കമ്പനീനെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഉത്തരമാണോ ഇത്? അല്ല. അല്ല. പിന്നെ ഒരു സ്ഥലത്തെ സംബന്ധിച്ച് നമ്മളൊരു ചൂസ് ചെയ്യുമ്പോൾ ആ സംസ്ഥാനത്തെ കുറിച്ച് എന്തെങ്കിലും അറിയുന്നവരാണോ എന്നുള്ളതും അവിടുത്തെ പൊളിറ്റിക്സ്, പ്രാദേശിക പൊളിറ്റിക്സ് പലപ്പോഴും അത് വളരെ ഇമ്പോർട്ടന്റ് അല്ല. ഇമ്പോർട്ടന്റ് അല്ല. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരു അറ്റ് ദ മോസ്റ്റ് 3 months കൂടുതൽ എടുക്കത്തില്ല പ്രൊഫഷണൽസ്. താങ്ക് യു സാർ. താങ്ക് യു.